സർ, ഈ സ്കിൽ കോഴ്സുകൾ ഏതൊക്കെയാണ് അവിടെ നൽകുന്നത്? സോഫ്റ്റ് സ്കിൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ? പ്ലേസ്മെന്റ് എങ്ങനെയാണ് പോകുന്നത്? സർ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേര് റിയാസ് ടി എം. ഗവൺമെൻറ് റാന്നിയിലെ അധ്യാപകനും പ്ലേസ്മെൻറ്റ് ഓഫീസറുമാണ്. ഞാൻ 3 വർഷമായിട്ട് പ്ലേസ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മെയിൻ സ്കിൽ കോഴ്സുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ സിവിൽ എന്നീ 2 ട്രേഡുകൾ മാത്രമേ ഉള്ളൂ. സ്ഥലപരിമിതിയാണ് അവിടെയും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. പക്ഷേ നമുക്ക് റീസെൻ്റ് ആയിട്ട് തന്നെ കെട്ടിടങ്ങളുടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വേഗം തീർന്നു കഴിഞ്ഞാൽ മറ്റു കോഴ്സുകളും അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി സോഫ്റ്റ് സ്കില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻലി എംപ്ലോയബിലിറ്റി സ്കില്ല് വഴിയാണ് ഇപ്പോഴും നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് DWMS ആപ്പ് വഴിയുള്ള പല കോഴ്സുകളും, അതായത് നമ്മുടെ ഇംഗ്ലീഷ് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളൊക്കെ മാക്സിമം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരുടെയും എത്തിയെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ടാലൻ്റ് ആയിട്ടുള്ള ഒരു 40% സ്റ്റുഡൻസ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സർട്ടിഫിക്കറ്റിലോട്ടൊന്നും എത്തിയിട്ടില്ല, ബട്ട് അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് സോഫ്റ്റ് സ്കില്ലിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ആക്ടിവിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ IT നമ്മുടെ IT ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൽ ജോബ് കിട്ടാൻ അധികം ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഓൾമോസ്റ്റ് ഇപ്പം റീസെന്റ് ആയിട്ട് പാസ് ഔട്ട് ആയിട്ടില്ല, റിസൾട്ട് വന്നിട്ടില്ല കുട്ടികൾക്ക്. അപ്പോൾ പോലും അവരൊരു 60-70% കുട്ടികൾ ഓൾറെഡി പ്ലേസ്ഡ് ആണ്, വർക്ക് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി റിസൾട്ട് നെക്സ്റ്റ് മന്തേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത് കോൺഫിഡൻ്റ് ആണ് അവർ പാസ്സാവുന്നുള്ളതും അവർ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും. അതുപോലെ തന്നെ ഓൾറെഡി പാസ് ഔട്ട് ആയിട്ട് ഉള്ള സ്റ്റുഡൻസ് റാന്നി ഗവൺമെൻറ് കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഒന്നില്ലെങ്കിൽ ഹയർ സ്റ്റഡീസിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ജോബിൽ അവർ എത്തിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായിട്ടുള്ള പ്ലേസ്മെന്റ് ഡേറ്റാസ് നമുക്ക് അവൈലബിൾ ആണ്. Any other questions? Okay, thank you. So what kind of support that you expect from Vijayanagar this year? ഒരു മെയിൻ ഇഷ്യൂ പറയാനുള്ളത്, അപ്പോൾ റീസെൻ്റ് ആയിട്ട് ജോലി കിട്ടിയ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഏകദേശം മാർക്ക് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 96% മാർക്ക് ഫസ്റ്റ് ഇയറിൽ കരസ്ഥമാക്കിയ ഒരു കുട്ടി ഇപ്പോൾ ചെയ്യുന്നത് LG സർവീസ് സെൻറ്ററിലാണ് ജോലി കിട്ടിയത്. അവരുടെ തുടക്കത്തിലുള്ള സാലറി അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, അത് വെറും 5000 രൂപയാണ്. അത് ബട്ട് അതർ കേസ് എടുത്തു കഴിഞ്ഞാൽ മൈക്രോടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള സെയിം സ്റ്റുഡൻസിന് ഇതേ സർവീസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പം റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് അവന് ലഭിച്ചിരിക്കുന്ന പാക്കേജ് 23,000 രൂപയാണ് മന്ത്ലി. അപ്പൊ അതിലൊരു കോർഡിനേഷൻ വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു സജഷൻ. Definitely we will do it. Thank you. Thanks. Thank you for sharing your expertise, sir. Requesting every